യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കിടക്കുന്ന മുത്തൻ ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോടോ എന്ന മട്ടിൽ കിടപ്പ് അത് മനസ്സൊന്നും മായുന്നില്ല. ഹലോ ഗായ്സ്, അപ്പോൾ ഒരു കുട്ടി സ്റ്റോറി പറയാം. അപ്പോൾ ഞങ്ങൾ ഗുണ്ടിൽപേട്ട പൂ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല പച്ചപ്പാർന്ന നെൽപ്പാടങ്ങൾ കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് കുറച്ചും കൂടി മുന്നിലേക്ക് സ്വീകരിക്കാനിരിക്കുന്ന മട്ടിലുള്ള വാനരപ്പട. അപ്പോൾ അവരെയും കണ്ട് ഞങ്ങൾ നേരെ ഫോറസ്റ്റിലേക്ക് കയറി. കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നിലേക്ക് പോയപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക്. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞ് മുന്നിലേക്ക് പോയപ്പോൾ എല്ലാവർക്കും ഓരോ ചായ കുടിക്കണം. അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ കയറി. ചായക്കടയിൽ കയറിയപ്പോൾ എന്താ അവസ്ഥ? ഇതുവരേക്കും വയനാട്ടിൽ ചായ കിട്ടാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അമ്മായിയമ്മയും മരുന്ന്. ഒരു നിമിഷം ചിന്തിച്ചു പോയി, ഇതിനെങ്കിലും അവർ ഒരുമിച്ച് നിന്നല്ലോ. നിങ്ങൾ പോവുകയാണോ എന്നുള്ള മട്ടിൽ നിൽക്കുന്ന ചായക്കടക്കാരൻ ചേട്ടൻ. അതിനുശേഷം നേരെ ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെ റോട്ടിലേക്ക്. നല്ല കാഴ്ചകൾ, ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ പൂപ്പാടങ്ങളുടെ അടുത്ത് പൂപ്പാടങ്ങൾ കണ്ടാസ്വദിക്കാനായിട്ട് ഇറങ്ങി. എല്ലാം ആസ്വദിച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. അമ്മയുടെ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും ഫോട്ടോ എടുക്കാൻ പോകാനാണ്. പക്ഷേ അതല്ല, അപ്പുറത്തൊരു മാങ്ങക്കടക്കാരൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഒന്നും പറയണ്ട, സംഗതി വിലക്കൂടി നല്ല ടേസ്റ്റ്. ആദ്യഘട്ടത്തിലെ മാങ്ങ കഴിപ്പ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു ഡിസിപ്ലിൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ മാങ്ങേൻ്റെ അണ്ടിക്ക് അമ്മയും മോളും അടിയായി. പിന്നെ അടിയൊക്കെ തീർന്ന് അങ്ങനെ മാങ്ങാണ്ടി പ്രശ്നമൊക്കെ പരിഹരിച്ച് നല്ല ഓർമ്മകളുമായി വീട്ടിലേക്ക്. ഓക്കെ, ബൈ ഗായ്സ്. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണാം.